ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണി സംവിധാനത്തിൽ പ്രത്യേകിച്ച് യു.ഡി.എഫിൽ പാർലമെന്റ് മണ്ഡലം കൺവീനറെയും അസംബ്ലി മണ്ഡലം കൺവീനറെയും ചുമതലപ്പെടുത്തും. പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലുമായിരിക്കും പാർലമെന്റ് മണ്ഡലം കൺവീനറായി എത്തുക. അതേസമയം അസംബ്ലി മണ്ഡലം കൺവീനർമാരായി എത്തുന്നത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരായിരിക്കും. ഇവിടെ യു.ഡി.എഫ് കൊല്ലം പാർലമെന്റ് മണ്ഡലം കൺവീനർ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി എം നസീറാണ്. എന്നാൽ കൊല്ലം അസംബ്ലി മണ്ഡലം കൺവീനറായി ചുമതല വഹിക്കുന്നത് സാക്ഷാൽ ബിന്ദുകൃഷ്ണയും. കഴിഞ്ഞ തവണ കൊല്ലത്ത് മുകേഷിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് ബിന്ദുകൃഷ്ണ. അടുത്ത തവണയും പ്രസ്തുത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ബിന്ദുകൃഷ്ണ തുടർന്നു വരികയുമായിരുന്നു. കൊല്ലം അസംബ്ലി മണ്ഡലം കൺവീനറായി പ്രവർത്തിക്കാമെന്ന് ബിന്ദുകൃഷ്ണ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു എന്ന സൂചനകളാണ് എത്തുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ പരാജയപ്പെടുകയാണെങ്കിൽ മുകേഷ് എം.എൽ.എ ആയി നിൽക്കുന്ന കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ബിന്ദുകൃഷ്ണയായിരിക്കും എത്തുകയെന്നുള്ള സൂചനകളാണ് യു.ഡി.എഫ് കൊല്ലം അസംബ്ലി മണ്ഡലം കൺവീനർ സ്ഥാനം അവർ ഏറ്റെടുക്കുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത്.